ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് വന്ന് താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു വീട് എടുത്ത് ഒരു 1 BHK ഉദാഹരണം എടുക്കാം. ഒരു 1 BHK ഒരു റെൻ്റൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് 15 to 20,000 ആണ് റെൻ്റൽ വരുന്നത്. അവർക്ക് 23 lakh എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 2.5 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തന്നെ 15,000 ആണ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നുള്ളൂ. ആ EMI നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പേരിലൊരു പ്രോപ്പർട്ടി ആയി, സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ആയി. നമുക്ക് ഈ ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ്. അതെന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ലുലു സൈബർ ടവർ ഇപ്പോൾ ഓപ്പണായി. അവർ പറയുന്ന അടുത്ത 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് 25,000 to 30,000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും പേർക്ക് ജോലി അവിടെ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അവര് ഒറ്റയടിക്ക് 25,000 30,000 പേര് അവിടെ വന്ന് ജോലിക്ക് വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എവിടെയുള്ള? ഇപ്പൊ തന്നെ നിലവിൽ നമുക്കൊരു 500-1000 പേർക്ക് താമസിക്കാനുള്ള, ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള റെന്റലായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു വീട് വാങ്ങിക്കാനായിട്ടോ സ്ഥലം അവിടെ ഇല്ല, ബിൽഡിങ്ങുകളില്ല. അപ്പം ഭാവി ഇനിയുള്ളത് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഹേസ് മൂന്നാർ എന്ന് പറഞ്ഞ മൂന്നാറത്തെ ആദ്യത്തെ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വില്ല പ്രോജക്റ്റിന്റെ വ്ളോഗായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ വ്ളോഗ് ഇട്ടതിന് ശേഷം എനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു. മൂന്നാർ നല്ലൊരു പ്രോജക്റ്റ് ആണല്ലോ, ഇൻവെസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ക്ലയൻസ് ഒരുപാട് പേര് വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഇക്കയ്ക്കും നല്ല എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെ സാധാരണ രീതിയിൽ വരാവുന്ന ബേസിക് ഇഷ്യൂസ് എല്ലാം നമ്മൾ ആ വ്ളോഗിൽ കവർ ചെയ്തിരുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ ഒരു റെസ്പോൺസ്? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു നിമ്മി. അപ്പോൾ ഒരിക്കൽ കൂടി ഇപ്പൊ നമ്മളിപ്പോ 3ാമത്തെ വ്ളോഗാണ്. ഒരിക്കൽ കൂടി ഇവിടെ ക്ഷണിച്ചതിന് അതിന് താങ്ക് യു പറയും. ആ വ്ളോഗ് ഭയങ്കരമായിട്ടൊന്ന് ക്ലിക്കായ സംഭവം. അതിന് ഒരുപാട് എൻക്വയറിയും വന്നായിരുന്നു. ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ലീഗൽ ഇഷ്യൂ, മൂന്നാർ ഏറ്റവും വലിയൊരു കൺസേൺ എന്നുള്ളത് ഒരു ലീഗൽ ഇഷ്യൂസാണ്, ലാൻഡിനെ കുറിച്ചുള്ള. അത് റെറ കിട്ടി എന്ന് പറയുമ്പോൾ അത് മാറിക്കിട്ടാൻ മനസ്സിൽ നിന്ന് ആ ഒരു ബ്ലോക്കേജ് മാറിക്കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല എൻക്വയറി ലീഡും വന്ന്, പിന്നെ നമ്മളതിൻ്റെ അകത്ത് ഒരു 10 യൂണിറ്റേ ഉണ്ടായുള്ളൂ. ആ 10 യൂണിറ്റില് അറൗണ്ട് ഇനിയിപ്പോ ഒരു 2 യൂണിറ്റേ കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ളത് ഏതാണ്ടൊക്കെ ടോക്കണൊക്കെ ആവുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഇത് വ്ളോഗ് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. അതായത് ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഈ ഹിൽ സ്റ്റേഷനിൽ ഒരു പ്രോപ്പർട്ടി എടുക്കുക എന്നുള്ളത്. എസ്പെഷ്യലി നമ്മൾ വയനാട്, മൂന്നാർ, വാഗമൺ ഇവിടെയൊക്കെ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പം റെറ അങ്ങനത്തെ ലീഗലായിട്ടുള്ള കാര്യങ്ങളില്ലാതെ നമുക്കും അതിലേക്ക് പോകാനായിട്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിക്ക അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കറിയാം നമ്മുടെ ആ ഒരു പേഴ്സണൽ ക്ലയൻസിന് ഒത്തിരി പേര് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ ആ ഒരു വ്ളോഗും നമ്മൾ നല്ല രീതിയിൽ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. നല്ലൊരു പ്രൊജക്റ്റായിട്ട് തീരട്ടെ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അഗെയിൻ നമ്മളൊരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ വ്ളോഗാണ്, ഹാർമണി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ 2025, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായി ഇക്ക ഈ ഒരു ഫീൽഡിലുള്ളതല്ലേ. ഇപ്പൊ 2025 എന്ന് പറഞ്ഞ ഈ ഒരു വർഷം ഇപ്പം നമുക്ക് ശരിക്കും 7 മാസം കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് ഈ വർഷം കഴിയാറായി. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഒരു ജേർണി ആസ് എ ബിൽഡർ? കെം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ജേർണി എന്തായിരുന്നു? 2010 ഞങ്ങള് കെം എന്നുള്ള ബ്രാൻഡ്, അതിന് മുമ്പ് ഞാൻ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു, കോൺട്രാക്ട് ആയിട്ടും റിയൽ എസ്റ്റേറ്റ് ഒക്കെ. 2010 നമ്മൾ കെം എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യും. ആ ഒരു ജേർണി എന്ന് പറയുമ്പോൾ നമുക്കൊരു 12 പ്രൊജക്റ്റുകൾ നമുക്ക് ഈ ഇന്ന് വരെയായിട്ട് നമുക്ക് 12 പ്രൊജക്റ്റ് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. അതിൽ 9 പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള നമ്മൾ 3 പ്രൊജക്റ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തത് ഈ വർഷം ഒരു നല്ലൊരു വർഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാർക്കറ്റ് ഇത്തിരി മോശമാണോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ സാച്ചുറേറ്റഡ് ആയിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബിൽഡർ എന്നുള്ള ലെവലിൽ ഞങ്ങളെ കൂടുതൽ കസ്റ്റമറിനെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കെം എന്നുള്ളൊരു ബ്രാൻഡിനെ അറിയാനും നമുക്ക് ചെറിയൊരു പരിഗണന തരാനും
ഒന്ന് എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വില്ല എന്നുള്ള കൺസെപ്റ്റ് ആളുകൾ അന്വേഷിക്കുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ടാണ് അവര് വേറൊരു സ്ഥലത്ത് പോയാലും ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ടാണ് ഒന്ന് വന്ന് നമ്മളെ നോക്കാനുള്ള ഒരു രീതിയിലേക്ക് അങ്ങനെ എത്താൻ പറ്റും. ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2025 തന്നെയാണ് നമ്മൾ ഈ 3 വ്ലോഗും ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ആലുവ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഹേസ് മൂന്നാർ ചെയ്തു, ഇപ്പൊ നമ്മള് അപ്പാർട്ട്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇനി ഒരു അപ്പാർട്ട്മെന്റും കൂടെ നമ്മൾ മിക്കവാറും അനൗൺസ് ചെയ്യും. ഞങ്ങളിപ്പോ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പേപ്പർ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ബാക്കി റേറൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതും അനൗൺസ് ചെയ്യും. ഡിസംബറിന് മുമ്പായിട്ട് അത് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും പറയുകയാണെങ്കിൽ 2025 കെം എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിന് ഒരു നല്ല വർഷമായിരുന്നു. അല്ലേ? നല്ല വർഷമായിരുന്നു. ഇനിയൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗില് നമ്മൾ ഹാർമണി എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണല്ലോ നോക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു 1 and 2 BHK ഓപ്ഷൻസ് ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് ഈ പ്രൊജക്ട് വരുന്നത് എൻ്റെ ഒരു സ്പൈസ് വാലി എന്ന് പറഞ്ഞ ഒരു വില്ല പ്രൊജക്ടിന്റെ 20 യൂണിറ്റിന്റെ ഒരു വില്ല പ്രോജക്റ്റ് ആണ്. അത് നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്ന് 4 കിലോമീറ്റർ. അതുപോലെ തന്നെ വീഗലാൻഡ് വണ്ടർലയുടെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ. അത് അത്രയും അടുത്തായിട്ടാണ്. അപ്പോൾ അതിനോട് അടുത്ത് തന്നെ ഇതൊരു മിനി ടൗൺഷിപ്പ് പ്രൊജക്ട് മാതിരിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സോൾഡ് ഔട്ട് ആണ്. നമുക്ക് ഈ ഡിസംബറോടുകൂടി അതിന്റെ വർക്ക് എല്ലാം ഈ ഡിസംബറോടുകൂടി കംപ്ലീഷൻ ആവും. അതിനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഈ പ്രൊജക്ട് വരുന്നത്. എക്സ്ക്ലൂസീവ്ലി വെറും 16 യൂണിറ്റേ ഉള്ളൂ. അതിനകത്ത് 8 1 BHK, 8 2 BHK. അതാണ് നിലവിൽ വരാൻ പോകുന്ന പ്രോജക്ട്. അതെന്താ സ്ക്വയർ ഫീറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അതിനകത്ത് 1 BHK വരുന്നത് നമുക്ക് 430 സ്ക്വയർ ഫീറ്റും 23 lakh സ്റ്റാർട്ടിംഗ് ആണ്. അത് തന്നെ 2 BHK വരുന്നത് 780 സ്ക്വയർ ഫീറ്റ് ആണ്. അത് നമുക്ക് 41 lakh സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ കാറ്റഗറി രണ്ടാണെങ്കിലും 1 BHK തന്നെ 2 കാറ്റഗറി ഉണ്ട്, 2 BHK 2 കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതിപ്പോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്? ഇൻവെസ്റ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ താമസിക്കാനുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ NRIs ആണോ, IT-കാരാണോ? എങ്ങനത്തെ ഒരു ക്രൗഡാണ് ഇതിൽ കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത്? ഇത് 2 ടൈപ്പും ആളുകൾ വരും. ഇതിനകത്ത് വരുന്ന IT-കാർ വരുന്നുണ്ട്. ഇൻഫോ പാർക്ക് അടുത്താണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സും വരുന്നുണ്ട്. IT-കാർ വരുന്നതിന്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഇൻഫോ പാർക്കിന്റെ അടുത്ത് വന്ന് താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു വീട് എടുത്ത് ഒരു 1 BHK ഉദാഹരണം എടുക്കാം. ഒരു 1 BHK ഒരു റെന്റൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് 15 to 20,000 ആണ് റെന്റൽ വരുന്നത്. അവർക്ക് 23 lakh എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു 2.5 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തന്നെ 15,000 ആണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വരുന്നുള്ളൂ. ആ EMI നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ആയി, സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ആയി. ഡൗൺ പേയ്മെന്റ് വളരെ നിസ്സാര 2.5 ലക്ഷം രൂപയാണ് 1 BHK വരുന്നത്. അതുപോലെ 2 BHK വരുന്നതുണ്ട്, 41 lakh ആണ്. അതിൻ്റെ അകത്തും ഇതുപോലെ ഡൗൺ പേയ്മെന്റ് 8 lakh അടിച്ച് കഴിഞ്ഞിട്ടാണ് അത് 80% ചിലപ്പോൾ നമുക്ക് ലോൺ പ്രൊവൈഡ് കിട്ടും. അങ്ങനെയാണ് ഒരു 8 lakh അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏതാണ്ട് 20 to 25,000 ആണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് റെന്റൽ വരുന്നത് അവിടെ ആ ഭാഗത്ത്. അപ്പൊ അത് ഇവർക്ക് വളരെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന കേസിട്ടുള്ളൂ. സ്വന്തമായിട്ട് ഓൺ ഒരു പ്രോപ്പർട്ടി ആയി. അപ്പൊ അങ്ങനെ അതിന്റെ അകത്ത് IT-കാർ കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്നു നല്ല ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അത് IT-കാർ എടുത്തു. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ NRIs ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ബില്ല വാങ്ങിച്ച കുറെ NRIs അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1 BHK ഓൾറെഡി ഫുൾ സോൾഡ് ഔട്ട്. 2 ആണ് നമുക്ക് അവൈലബിലിറ്റി. നമുക്ക് 2 ആണ് അവൈലബിലിറ്റി ഉള്ളൂ. 2-ലും ഇനിയിപ്പോ ഒരു 6 ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പെട്ടെന്ന് സെയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലേ, ഇൻഫോ പാർക്കിന്റെ അടുത്ത്, പിന്നെ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ആയതിന്റെ ഉള്ളിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നത്. സ്പൈസ് വാലി ആക്ച്വലി നല്ലൊരു എലിവേഷൻ ഉള്ളൊരു നല്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ സെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? പിന്നെ അതിന്റെ പ്രോക്സിമിറ്റിയാണ് എൻ്റെ അടുത്ത്. നമ്മള് മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്ററും വീഗലാൻഡിന്റെ അടുത്തുനിന്ന് 100 മീറ്റർ, ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ, 10 മിനിറ്റ് പോലും ഡ്രൈവ് ഇല്ല. അപ്പൊ അങ്ങനെ ആ പ്രോക്സിമിറ്റി ആണ് നമ്മൾ. പിന്നെ തൊട്ടടുത്ത് മാർക്കറ്റ്സ് ഉണ്ട്, പള്ളിക്കര ജംഗ്ഷൻ വരുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്, അങ്ങനെ സ്കൂളുകൾ, മാർത്തോമ സ്കൂള്, മറ്റേ ജെംസ്, സംസ്കാര, അതന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ നമുക്ക് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ
പ്രോക്സിമിറ്റിയാണ് ഇതിന്റെ എല്ലാത്തിനും, അതിന്റെ ഒരു സെന്റർ പോയിന്റ് ആയിട്ടാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ലുലുവിന്റെ ഒക്കെ ഐ ടി ടവർ ഇതൊക്കെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കാക്കനാട് കുറേ കൂടി ഒരു ബൂമായിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കളക്ടറേറ്റ് തൊട്ട് പള്ളിക്കര ആ ഒരു റൂട്ടിൽ വരുന്ന ഡെവലപ്മെന്റ്സ്, ഒത്തിരി പുതിയ ഹോട്ടൽസ് ഓപ്പൺ ആവുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ ഈ സ്കൂൾസിലേക്കുള്ള ഒരുപാട് കണക്ടിവിറ്റി വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ഏരിയ നമുക്ക് നല്ല ലാൻഡുകൾ അവൈലബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പുതിയ പ്രോജക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യണത് നമ്മൾ പലതും നോക്കിക്കഴിഞ്ഞാൽ പള്ളിക്കര കഴിഞ്ഞ് കിഴക്കമ്പലം അല്ലെങ്കിൽ അമ്പലപ്പടി അങ്ങനെയുള്ളൊരു പുത്തൻകുരിശ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ ലാൻഡുകൾ എടുത്തിട്ട് നീങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അതിന് അത്രയും ലാൻഡിന്റെ റേറ്റ് അത്രയും നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടിയിട്ടുണ്ട് അല്ലേ? അതെ, ഇത് നമുക്ക് ഇൻഫോ പാർക്കിന്റെ ഗ്രോത്ത് ആണ് അത് വരുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റ്, ഞാൻ പറഞ്ഞ വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ബാക്കിയുള്ള എല്ലായിടത്തും വളരെ ഇപ്പോൾ ഒന്ന് സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ അടുത്താണ്. അതെന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ലുലു സൈബർ ടവർ ഇപ്പോൾ ഓപ്പണായി. അവർ പറയുന്ന അടുത്ത 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് 25,000 to 30,000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും പേർക്ക് ജോലി അവിടെ കൊടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അവര് ഒറ്റയടിക്ക് 25,000 30,000 പേര് അവിടെ വന്ന് ജോലിക്ക് വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എവിടെയുള്ള? ഇപ്പൊ തന്നെ നിലവിൽ നമുക്കൊരു 500-1000 പേർക്ക് താമസിക്കാനുള്ള, ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള റെന്റലായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു വീട് വാങ്ങിക്കാനായിട്ടോ സ്ഥലം അവിടെ ഇല്ല, ബിൽഡിങ്ങുകളില്ല. അപ്പൊ ഭാവി ഇനിയുള്ളത് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലാണ്. ഇനിയിപ്പോ ലുലുവിന്റെ തന്നെ അടുത്ത പ്രൊജക്റ്റോടും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രൊജക്റ്റോടും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് പിന്നെയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പള്ളിക്കര, എടച്ചിറ, ഇങ്ങനെ കാക്കനാട് പുത്തൻകുരിശ് ഇങ്ങനെയുള്ളത്. അതിന് നമുക്കൊരു 15 കിലോമീറ്റർ വരെ ഈ പറഞ്ഞ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഹാർമണി എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്, അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമുക്ക് അമ്യൂണിറ്റീസ് വരുന്നത്? ഇതിനകത്ത് കോമൺ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ സോളാർ പവേർഡ് ആണ്, അതായത് കോമൺ ഏരിയ മൊത്തം നമ്മൾ സോളാർ പവേർഡ് ആണ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ആയിക്കോട്ടെ, പവർ ബാക്കപ്പ് ആയിരിക്കട്ടെ, പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഏറ്റവും ടോപ്പിൽ, റൂഫ് ടോപ്പിൽ. പിന്നെ ഒരു ഹെൽത്ത് ക്ലബ്ബ്, ഇങ്ങനെയുള്ള ചെറിയൊരു യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് പാർക്കിംഗ് വരുന്നുണ്ട് അല്ലേ? കോമൺ പാർക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്. 2 BHK നമുക്ക് അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് പാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ 1 BHK കോമൺ പാർക്കിംഗ് ആണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളിതൊക്കെ പറഞ്ഞല്ലോ, ഒരു മിനി ടൗൺഷിപ്പ് ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഈ വില്ലയ്ക്ക് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് വേറെ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. അത് വേറെ പ്രൊജക്ട് തന്നെയാണ്. ഇത് രണ്ട് പ്രൊജക്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റെറയിൽ കൊടുത്തേക്കുന്നത് രണ്ട് പ്രൊജക്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തേക്കുന്നത്. രണ്ടിനും 2 എൻട്രൻസും 2 അമ്യൂണിറ്റീസും അടുത്താണെന്ന് മാത്രം. അടുത്താണ്, ഒരു മിനി ടൗൺഷിപ്പ് മാതിരി നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ലീഗൽ സൈഡ് കാര്യങ്ങൾ ഒന്ന് പറയാമോ? നമുക്ക് റെറ തന്നെയല്ലേ ലീഗലായിട്ട് ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ. ശരിക്കും റെറ അപ്രൂവ്ഡ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ തന്നെ ലീഗലി എല്ലാം ബാങ്ക്സ് എല്ലാം അപ്രൂവ്ഡ് ആണ്. ഇത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിലും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കണം. നമുക്ക് അറിയാം ഇതെല്ലാം ഉണ്ട്, എന്നാലും ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും പിന്നെയും കസ്റ്റമേഴ്സിന് ഡൗട്ട് വരും, അത് അപ്പൊ ബാങ്ക് അപ്രൂവ്ഡ് ആണോ, അങ്ങനെ ക്വസ്റ്റ്യൻസും മെസ്സേജസും വരും. അതുകൊണ്ടാണ് ഞാനത് മാൻഡേറ്ററി ആയിട്ട് എല്ലാത്തിലും ഞാനത് 1 BHK 90% ലോൺ അപ്രൂവൽ മിക്ക ബാങ്കുകളും ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിനകത്ത് ബാക്കിയുള്ള 2 BHK നമുക്ക് 80% ലോൺ പ്രൊവൈഡ് ചെയ്യും. ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു റെന്റിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ പല കസ്റ്റമേഴ്സും ഈ റെന്റ് അവൈലബിലിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പല നമ്മൾ ഈ IT കമ്പനികളും കൊച്ചിയിലുള്ളതുകൊണ്ട് ഇപ്പൊ ബാംഗ്ലൂർ, ബോംബെ, ഹൈദരാബാദ് ഇവിടെ നിന്നൊക്കെ ഒത്തിരി ഫാമിലികൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ, പിന്നെ ഇവിടെ ലിവിങ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഒരുപാട് എൻക്വയറി റെന്റിന് വരുന്നുണ്ട്. പല സമയത്ത് എനിക്ക് തോന്നണേ നമുക്ക് തന്നെ എടുത്തു കൊടുക്കാൻ റെന്റൽ ഓപ്ഷൻസ് കുറവാണ്. പിന്നെ നമ്മളുടെ ഒരു സെഗ്മെന്റ് റെന്റിലേക്ക് അധികം വരാത്തതുകൊണ്ട് നമ്മൾ അത്ര ഫോക്കസ് ചെയ്യാറില്ല. ഇതിന്റെ ചുറ്റും ശരിക്കും പറഞ്ഞാൽ റെന്റിൽ തന്നെ നമുക്ക് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു 1 BHK 2 BHK അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റിന് ഭയങ്കര ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇനി ഫ്യൂച്ചർ അതാണ് കാര്യം. വരുന്ന ഇപ്പോൾ IT സെഗ്മെന്റിലേക്ക് വരുന്ന ആദ്യത്തെ സെഗ്മെന്റ് വരുന്നത് ബാച്ചിലേഴ്സ് ആയിരിക്കും. ബാച്ചിലേഴ്സ് വരുന്ന അവർക്ക് ഈ 23 ലക്ഷത്തിന്റെ ഒരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞത് സിമ്പിളാണ്. ആ 1 BHK തന്നെ വേണമെങ്കിൽ ന്യൂലി മാരീഡ് കപ്പിൾസിനും വാങ്ങിക്കാം.
അവർക്ക് അതിനുശേഷം ഒരു ഫാമിലി ആയി. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സെഗ്മെന്റ് എന്നുള്ള ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാം. അത് 2 BHK അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 25 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞാൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. കാര്യം എന്ന് വെച്ചാൽ എന്തായാലും അവർക്ക് അവിടെ റെന്റിൽ കൊടുത്തേ പറ്റും. 20 to 25,000 എന്തായാലും അവർക്ക് റെന്റ് കൊടുത്തേ പറ്റൂ. അതിന് സ്വന്തം ഓൺ പ്രോപ്പർട്ടി ആയില്ലേ. പിന്നെ അവരുടെ സാലറി അയക്കുകയും അവർക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നും. പിന്നെ മക്കളും ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡറി എന്നുള്ള ലെവല് 2 BHK മാറാനായിട്ട് അത് വേണമെങ്കിൽ 3 BHK അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. കാരണം വലിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ ഓൾറെഡി അവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ പുതിയൊരു പ്രൊജക്ട് ഇപ്പം ഓൾറെഡി പൈപ്പ് ലൈനിൽ ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണോ കൊണ്ടുവരുന്നത്? അതെ. ഞങ്ങൾ ഇപ്പോൾ വരുന്നത് ഇൻഫോ പാർക്കിനോട് അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വേറൊരു ലാൻഡ് കൂടി അക്യൂർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വർക്ക് പ്രോഗ്രസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ വർക്കുകൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇതുപോലെ തന്നെ 1 BHK 2 BHK അതിനകത്ത് 3 BHK കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതില് ഇപ്പം സെയിൽ പെട്ടെന്ന് കഴിഞ്ഞ് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഡിസംബറോടുകൂടി ഞാൻ അത് അനൗൺസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഡിസംബറിൽ അപ്പൊ അത് തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പുതിയ വ്ലോഗുമായിട്ട് ഇരിക്കാം. പിന്നെ തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് അങ്ങനെ ഇപ്പൊ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ 3 എണ്ണം നമ്മൾ ഇരിക്കുകയും 3 പ്രൊജക്റ്റും നമുക്ക് പുതിയത് കൊണ്ടുവരാനും കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി നമുക്ക് സെയിലും നടക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ഞങ്ങൾക്ക് കെമ്മിന് എന്നുള്ളത് മൗത്ത് പബ്ലിസിറ്റി എന്നാണ് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ബ്രാൻഡ് എന്നുള്ള ക്രിയേഷന്റെ ലെവലിലായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പ്രസൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വർഷമാണ് കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. അതിൻ്റെ അകത്ത് നിമ്മി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും വരും വർഷങ്ങളിലും നല്ല രീതിയിൽ ആ ബ്രാൻഡ് നന്നായി പോട്ടെ. അതുപോലെ ഇപ്പൊ ഈ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ആലുവ, മൂന്നാർ, അതുപോലെ തന്നെ ഇപ്പൊ ഹാർമണി, ഇതിന്റെയൊക്കെ നമുക്ക് ഈവൻ സെയിലിനല്ല ആ ഒരു ഫിനിഷിങ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഒന്ന് കാണിക്കണം. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ താങ്ക്സ് ഇക്ക. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. തീർച്ചയായിട്ടും.